നമ്മുടെ നാട് വിവാഹം കൊടുക്കാൻ പോകാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവാഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. മൊനാലിസിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഞാൻ മൊനാലിസിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. പല യൂട്യൂബേഴ്സും പല വ്ളോഗേഴ്സും ആളുടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് അത് വൈറലാക്കി. സോ അങ്ങനെ ഒരാളുമായിട്ട് പ്രണയത്തിലായി. ആ വ്യക്തി വ്യത്യസ്ത മതക്കാരനായതുകൊണ്ട് തന്നെ മൊനാലിസിനെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിബിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ രേണുവോ അനുമോളോ ആരും അല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ വിഷയം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മൊനാലിസ. എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ മൊനാലിസേനെ. കുംഭമേളയിൽ മാല വെച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. പിന്നീട് സിനിമയിലേക്കും മോഡലിങ്ങിലേക്കും ആളിൻ്റെ കയറ്റം എന്ന് പറയുന്നത്, ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര വലിയ മാറ്റമാണ്. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ആൾ വിവാഹിതയായിരിക്കുകയാണ്. വളരെ പ്രശ്നങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വിവാഹമാണ്. തൻ്റെ വീട്ടിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പ്രണയ വിവാഹമാണ്. ഫർമാൻ ഖാനുമായിട്ടുള്ള പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇരുവരും, മൊനാലിസയും ഫർമാൻ ഖാനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. വീട്ടുകാർ സമ്മതിക്കുന്നില്ല. പ്രായപൂർത്തിയായി എന്നിട്ടും വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്താ ചെയ്തവർ? തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോലീസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട്, പോലീസിൻ്റെ എല്ലാ പിന്തുണയോടും കൂടിയിട്ടാണ് കേട്ടോ ഇരുവരും ഒന്നായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞ് ഇവരുടെ വിവാഹ ചടങ്ങുകളും ഇവരുടെ വിവാഹ വീഡിയോസുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നത്. തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇരുവരും ഈ ഒരു അഭ്യർത്ഥനയുമായിട്ട് എത്തിയത്. ഞങ്ങളുടെ വിവാഹം നടത്തി തരണം, ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് കിട്ടണം. പ്രായപൂർത്തിയായി, പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. വീട്ടുകാർ വിവാഹത്തിന് ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. എല്ലാവിധ സപ്പോർട്ടും വേണമെന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. നമ്മുടെ പോലീസിന്റെ എല്ലാവിധ സപ്പോർട്ടോടു കൂടി ഇരുവരും ഒന്നായിരിക്കുകയാണ്. മൊനാലിസിനെ എല്ലാവർക്കും അറിയാലോ, മലയാളിയല്ല, മധ്യപ്രദേശുകാരിയാണ്. അപ്പോൾ പക്ഷേ വിവാഹം കേരളത്തിൽ വെച്ചിട്ടായിരുന്നു. ഇതാണ് ദൈവം എല്ലാം എഴുതി വെച്ചിട്ടാണ് എല്ലാവരും ഭൂമിയിലേക്ക് വിടുന്നത്. എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണെന്ന്. എവിടെയോ ജനിച്ച സ്ത്രീ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തും. മൊനാലിസയുടെ അച്ഛനായിരുന്നു എതിർപ്പുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ വീട്ടിൽ നിന്ന് മാറി ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടാണ് രണ്ടാളും വിവാഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിവാഹ ചടങ്ങുകളാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ രജിസ്റ്റർ മാരേജ്, സിന്ദൂരമൊക്കെ തൊട്ട് നമ്മുടെ രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു വിവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് ഭൂമിയിൽ ആരൊക്കെ ഒന്നിക്കണം, എവിടെ വെച്ച് ഒന്നിക്കണം എന്നുള്ളത് ഇതെല്ലാം എഴുതപ്പെട്ടതാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പായി തന്നെ എഴുതപ്പെട്ട സംഭവങ്ങളൊക്കെ തന്നെയാണ് അതായത്. അതുകൊണ്ട് അത് നടക്കേണ്ട സമയത്ത് നടക്കേണ്ട രീതിയിൽ നടക്കേണ്ട ആളുമായിട്ട് നടക്കും എന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലേ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കുംഭമേളയിൽ ഒരു മാല വെച്ചുകൊണ്ട് നടന്ന ഒരു സ്ത്രീയായിരുന്നു. പിന്നെ പ്രയാഗ്രാജെന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഫോട്ടോ എടുക്കുകയും ഫോട്ടോ വൈറലാവുകയും പിന്നീട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം മൊനാലിസയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ ഭാഗ്യം എവിടെയാണ് എന്താണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ആ സമയമാകുമ്പോൾ എല്ലാം നമ്മളെ തേടിയെത്തും. അവർ പോലും ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല അവരുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന മൊനാലിസ കുറച്ചു കാലം ഒന്നും ഉണ്ടായിരുന്നില്ല. അതാ ഇപ്പോൾ വീണ്ടും വിവാഹത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മൊനാലിസിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഞാൻ മൊനാലിസിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. കുംഭമേളയിൽ മാല വെച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു സ്ത്രീ, നല്ല ഐശ്വര്യമുള്ള മുഖം, നല്ല വിടർന്ന കണ്ണുകൾ, എല്ലാവരോടും സൗമ്യമായിട്ടുള്ള സംസാര രീതി. പല യൂട്യൂബേഴ്സും പല വ്ളോഗേഴ്സും ആളുടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് അത് വൈറലാക്കി. സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ഇട്ടു. ആളങ്ങോട്ട് വൈറലായി മാറി. പലരും പിന്നീട് ആളെ കൊത്തിക്കൊണ്ട് പോകാനായിട്ട് സിനിമയിലേക്കാണെങ്കിലും മോഡലിങ്ങിലേക്കാണെങ്കിലും മൊനാലിസയെ തേടി ഒരുപാട് അവസരങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. മൊനാലിസയുടെ വീഡിയോ ആണെങ്കിലും നിമിഷ നേരങ്ങൾ കൊണ്ട് ആരാണ് ഈ സൗന്ദര്യ റാണി, ആരാണ് ഇത്ര ഭംഗിയുള്ള സ്ത്രീ, എന്ത് മനോഹരമായ കണ്ണുകളാണ്, മഹാലക്ഷ്മി പോലെ, താമര മുട്ടുകൾ പോലെയുള്ള കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും മൊനാലിസ നിറഞ്ഞു നിന്നൊരു കാലമുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് മൊനാലിസയുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം മൊനാലിസ കുംഭമേളയിലെ വൈറൽ ഗേൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം കുംഭമേളയിലെ വൈറൽ ഗേൾ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മൊനാലിസ അറിയപ്പെടുന്നത്. പിന്നീട് മൊനാലിസയെ തേടി എത്തിയത് ഒരുപാട് സിനിമ ഓഫറുകൾ വന്നിട്ടുണ്ട്. കുറച്ച് മ്യൂസിക് ആൽബം അതിലൊക്കെയുള്ള ഒരു ഓഫറുകൾ വന്നു. പിന്നെ മോഡലിംഗ് ചെയ്തു. അങ്ങനെ നിരവധി ഓഫറുകളാണ് ആളെ തേടി എത്തിയത്. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് കേട്ടോ ഫോളോവേഴ്സ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ ഓർക്കണം, കുംഭമേളയിൽ മാല വിറ്റുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. ഒരു യൂട്യൂബർ പോയി ഒരു വീഡിയോ എടുത്ത് അതൊന്ന് ഇട്ടേയുള്ളൂ, സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഇട്ടേയുള്ളൂ. അതോടുകൂടി അത് ആളങ്ങോട്ട് ആക്റ്റീവായി. നമ്മുടെ ഭാഗ്യം എപ്പോഴാണ് അങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു തരത്തിൽ ഭാഗ്യമാണെന്ന് വെച്ചാൽ ഭാഗ്യമാണ്, മറ്റു തരത്തിൽ അതിന് നെഗറ്റീവ് വശങ്ങളും ഉണ്ടാകും. സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒരുപാട് റിലേഷൻസ് വന്നു, ഒരുപാട് കണക്ഷൻസ് വന്നു. അങ്ങനെ ഒരാളുമായിട്ട് പ്രണയത്തിലായി. ആ വ്യക്തി വ്യത്യസ്ത മതക്കാരനായതുകൊണ്ട് തന്നെ മൊനാലിസയുടെ വീട്ടുകാർക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല, പ്രത്യേകിച്ച് അച്ഛന്. അങ്ങനെ വീട്ടുകാർ എതിർത്തു. പക്ഷേ ആ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വന്നു. വിവാഹവും കഴിച്ചു.
ഇവിടെ വന്ന് വിവാഹം കഴിക്കാനുള്ള ഒരു കാരണം മൊനാലിസയുടെ അച്ഛൻ മറ്റൊരു വിവാഹം മൊനാലിസക്ക് വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ എതിർത്തുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിൽ കണ്ടു പരിചയപ്പെട്ട ഈ വ്യക്തിയുടെ കൂടെ വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് അരുമാനൂർ ക്ഷേത്രം അവിടെ വെച്ചിട്ടായിരുന്നു വിവാഹം ഉണ്ടായിരുന്നത്. ആരെ വിവാഹം കഴിക്കണം, കൂടെ ജീവിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. പക്ഷേ മൊനാലിസക്ക് പ്രായം വളരെ കുറവാണ്, 16 വയസ്സ് മാത്രം പ്രായമുള്ളൂ എന്നാണ് ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു എന്നുള്ള രീതിയിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 18 വയസ്സ് പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് രേഖകളെല്ലാം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കാണിച്ച് പ്രായപൂർത്തിയായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്നാലും രണ്ട് പക്ഷമുണ്ട്. വീട്ടുകാർ ഉപേക്ഷിച്ച് പോകാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ച് സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം, ആളുടെ ലൈഫ് ആളെങ്ങനെ ജീവിച്ചോട്ടെ, ഒരു പ്രായപൂർത്തിയായതല്ലേ എന്ന് പറയുന്നവരുണ്ട്. രണ്ടുപേരും രണ്ട് പക്ഷത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊനാലിസയുടെ വിവാഹം ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും രണ്ടുപേർക്കും വിവാഹ മംഗളാശംസകൾ. നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു കിടിലം വിവാഹം കഴിഞ്ഞു. നല്ല രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. വിവാഹ മംഗളാശംസകൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും